ഏകദേശം 2 മാസം മുൻപ് വളരെ ദയനീയമായിട്ടുള്ളൊരു കാര്യം കാണാനിടയായി. ബാംഗ്ലൂരിൽ വെൽ സെറ്റിൽഡ് ആയ ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വെറും 31 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ എന്തോ ചെക്ക് ചെയ്ത സമയത്താണ് ക്രിയാറ്റിൻ്റെ ലെവൽ 11.6 ആയിട്ട് കാണുന്നത്. നമ്മുടെ ഏറ്റവും അടുത്ത ഒരു പ്രദേശത്ത് പെരിന്തൽമണ്ണയിൽ അച്ഛൻ്റെ അമ്മയുടെയും ഏക ആശ്രയമായിട്ടുള്ളൊരു മോനായിരുന്നു അത്. നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് ഓരോ ചെക്കിങ്ങിലും ഇദ്ദേഹത്തിൻ്റെ ക്രിയാറ്റിൻ്റെ ലെവൽ കൂടി വന്ന് ഒരു ഡയാലിസിസ് എന്നൊരു സ്റ്റേജിലേക്ക് എത്തിയ സമയത്താണ് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുന്നത്. അന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, ഇവർക്കിത് നേരത്തെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ളൊരു അവസ്ഥയെ എങ്ങനെയെങ്കിലും തരണം ചെയ്ത് മുന്നോട്ട് പോവായിരുന്നല്ലോ എന്നുള്ളത്. ഡോക്ടറെ, എനിക്കിന്ന് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഇത് മുൻകൂട്ടി അറിയാത്തത്? അല്ലെങ്കിൽ ഇത് മുൻകൂട്ടി അറിയാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതുപോലെ ഇത് പെട്ടെന്നാണോ ഇങ്ങനെ ഒരു കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്നത്? പലപ്പോഴും ഇന്ന് കൂടുതലായിട്ട് നമ്മുടെ ഒ പിയിൽ നിന്ന് കണ്ടുവരുന്നത് കിഡ്നി തകരാറിലാകുന്നത് യുവാക്കളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പണ്ടൊക്കെ പ്രായം ചെന്ന ആളുകളിലൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് കിഡ്നി തകരാറുകൾ കണ്ടുവരുന്നത്. പക്ഷേ ഇന്ന് യുവാക്കളിൽ ചെറുപ്പക്കാരിലൊക്കെ ഇന്ന് അമിതമായിട്ട് ഈ ഒരു കിഡ്നി അസുഖങ്ങൾ കണ്ടുവരുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. പ്രത്യേകിച്ച് ഇന്ന് വെള്ളം കുടിക്കാൻ പലർക്കും മടിയാണ്. നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ തന്നെ പലപ്പോഴും സോഫ്റ്റ് ഡ്രിങ്ക്സാണ് കഴിക്കുന്നത്. അതുമാത്രമല്ല, പലരും ഇന്ന് എ സിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു ദാഹം തോന്നുന്ന ഒരു പ്രവണത ഇല്ല. അതുകൊണ്ട് തന്നെ പലരും ദാഹിക്കുന്ന സമയത്താണ് വെള്ളം എടുക്കുന്നത്. അത് ഒരു കാരണമാവാം അല്ലേ? നമ്മൾ വർക്കിംഗ് ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ഫുൾ എ സി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അതുകൊണ്ട് ദാഹം തോന്നില്ല, വെള്ളം ആവശ്യത്തിന് കുടിക്കുന്നില്ല. ഇനി പുറമേയൊക്കെ വർക്ക് ചെയ്യുന്ന, പ്രത്യേകിച്ച് സിറ്റികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരൊക്കെ അമിതമായിട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ 7up, പെപ്സി, കൊക്കക്കോള പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് അമിതമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിഡ്നിയിൽ തകരാറുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ എക്സസൈസ് വളരെ കുറവാണ്. നമ്മൾ ഇരുന്നുള്ള ജോലിയാണെന്ന് അധികം ആൾക്കാരും ചെയ്യുന്നത്. പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ ബോഡി അനങ്ങുന്നില്ല, അല്ലെങ്കിൽ എക്സസൈസ് പ്രോപ്പറായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഡെയിലി ചെയ്യുന്നില്ല. അതൊരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ സ്മോക്കിങ്, ചെറുപ്പക്കാരിൽ സ്മോക്കിംഗ് ഒരു ട്രെൻഡിങ് ആയിട്ട് വരികയാണ്. അതുപോലെ ആൽക്കഹോളിൻ്റെ ഉപയോഗം കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെയാണ് പരമാവധി ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് കിഡ്നി തകരാറിലാവാൻ ഇന്നത്തെ കാലത്ത് ഒരു പ്രധാന കാരണമായിട്ട് വരുന്നത്. പ്രായം ചെന്ന ആളുകളിലൊക്കെ ആണെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യാത്ത, BP അല്ലെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യുന്നില്ല, BP കൺട്രോൾ ചെയ്യുന്നില്ല, യൂറിക് ആസിഡ് കൺട്രോൾ ചെയ്യുന്നില്ല എന്നുള്ള കാരണങ്ങളും അതിന് പുറമേ ഉണ്ട്. പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഇതിന് മുന്നോടിയായിട്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും ആ ചെറുപ്പക്കാരിലൊക്കെ ഒരു ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്, അവരുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതിൻ്റെ കാരണം കൊണ്ടായിരിക്കണം അവർക്ക് ക്രിയാറ്റിൻ ഇത്രയും പെട്ടെന്ന് കൂടിയിട്ടുള്ളത്. പലപ്പോഴും നമുക്ക് കിഡ്നി രോഗങ്ങൾ എന്താ അറിയോ, പെട്ടെന്നായിരിക്കും നമ്മളൊരു ലാബ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്രിയാറ്റിൻ ഹൈ ആയിട്ട് കാണുക. പക്ഷേ ആ കിഡ്നി രോഗം ആദ്യം തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ലക്ഷണങ്ങളായിട്ട് നമുക്ക് അധികവും മനസ്സിലാവുക കുറേ തകരാറ് വന്നു കഴിഞ്ഞിട്ടാണ്. ഒരു 90% കിഡ്നിക്ക് ഡാമേജ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പുറമേക്ക് ലക്ഷണങ്ങളായിട്ട് ബോഡി കാണിക്കുള്ളൂ. തുടക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് ലാബ് ടെസ്റ്റുകൾ ചെയ്താൽ മാത്രമേ ഈ കിഡ്നിയുടെ തകരാറുകൾ കണ്ടെത്താൻ കഴിയുള്ളൂ. പക്ഷേ ആ ഒരു ചെറുപ്പക്കാരന് അല്ലെങ്കിൽ മറ്റുള്ള പേഷ്യൻസ് ഒന്നും തുടക്കത്തിൽ നമ്മളൊരു ടെസ്റ്റുകളും ചെയ്യില്ല. ആ തുടക്കത്തിൽ ടെസ്റ്റുകൾ ചെയ്യാത്തത് കാരണം പലപ്പോഴും നമ്മൾ ഇത് മിസ്സാവും. കിഡ്നി രോഗങ്ങൾ കണ്ടെത്താൻ വൈകും. അതിനനുസരിച്ച് കോംപ്ലിക്കേഷൻസ് കൂടും. പലരും വിചാരിക്കുന്നത് ഒരു 40 വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു 45 വയസ്സിന് ശേഷമൊക്കെ നമ്മുടെ ചെക്കിങ്സൊക്കെ കറക്റ്റായിട്ട് എടുക്കാം, അപ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നതെന്നുള്ള ഒരു ധാരണ എല്ലാ ആളുകൾക്കും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറക്റ്റായിട്ട് ഒരു ഗ്യാപ്പിൽ നമ്മൾ സാധാരണ ചെക്കിങ്സ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഇത് കണ്ടെത്താൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളുകൾ, കുടുംബത്തിലെ ആർക്കെങ്കിലും അച്ഛനോ അല്ലെങ്കിൽ നമ്മളെ റിലേറ്റീവ്സിന് ആർക്കെങ്കിലും കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അത് ചിലപ്പോൾ വലിയ അസുഖങ്ങളായിക്കൊള്ളണമെന്നില്ല. ഒരു സ്റ്റോൺ ഉള്ള ആളുകൾ, കിഡ്നി സ്റ്റോണിൻ്റെ ഹിസ്റ്ററി ഉള്ള ആളുകൾ, അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷന്, മൂത്രത്തിൽ പഴുപ്പ് നിരന്തരം വരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഫാമിലിയിൽ ഷുഗർ ഉള്ള ആളുകൾ, ഇവരൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനിങ് ചെയ്യണം. അതായത് ഒരു 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ടെസ്റ്റുകൾ, വലിയ ടെസ്റ്റുകളൊന്നും അല്ല, CT സ്കാനോ MRI ഒന്നും അല്ല എടുക്കാൻ പറയുന്നത്. നിങ്ങൾ മൂത്രം ഒന്ന് ഇടയ്ക്കൊന്ന് ടെസ്റ്റ് ചെയ്യുക, സിമ്പിൾ ഒരു യൂറിൻ അനാലിസിസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ബ്ലഡിൽ കിഡ്നിയുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റുകളുണ്ട്, ക്രിയാറ്റിൻ, യൂറിയ, യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ പറ്റുന്ന ഈ 2-3 ടെസ്റ്റുകൾ ചെയ്താൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷേ നമ്മളെല്ലാവരും വിചാരിക്കുക നമ്മളൊരു 50 വയസ്സ് കഴിഞ്ഞാൽ മതി ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ, കുറച്ചൊക്കെ പ്രായം ചെല്ലണം, അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി ബി പിയും പ്രഷറും കൊളസ്ട്രോളൊക്കെ. ആ രീതിക്ക് നിൽക്കുമ്പോഴാണ് പലപ്പോഴും ഇത് കണ്ടെത്താതെ പോണത്. ഇപ്പോൾ
വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പലരും ഗ്യാപ്പ് എടുക്കാൻ മടിച്ചിട്ട് അല്ലെങ്കിൽ തിരക്ക് കാരണമൊക്കെ ഇപ്പോൾ യൂറിന് പോകാൻ തോന്നിക്കഴിഞ്ഞാൽ അത് പിടിച്ചു വെക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഒരു കാരണമായിട്ട് മാറിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം പലപ്പോഴും നമ്മൾ ഈ മൂത്രം പിടിച്ചു വെക്കുമ്പോൾ ഇത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് മൂത്രത്തിൽ പഴുപ്പും അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടും. പുറമേ തന്നെ നമ്മുടെ ബ്ലാഡറിനും കിഡ്നിക്കും പ്രഷറും സ്ട്രെസ്സും കൂടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ കിഡ്നി ഡാമേജ് പലപ്പോഴും കാരണമാവാറുണ്ട്. പിന്നെ പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു സാധനമാണ് ഇപ്പോൾ മൂത്രത്തിലുണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾ ശ്രദ്ധിക്കില്ല. ഇപ്പോൾ നമ്മൾ ശൈല ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും നമ്മൾ അതുകൊണ്ടൊക്കെയാണ് ആ ചേഞ്ചസ് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പെട്ടെന്നല്ല ഒരിക്കലും കിഡ്നീന് ഡാമേജ് സംഭവിക്കുന്നത്. ഇത് നമ്മൾ റിയലൈസ് ചെയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാതെ വിടുന്നതുകൊണ്ടാണ് പലപ്പോഴും ഡാമേജ് വരുന്നത്. ഉദാഹരണത്തിന് മൂത്രത്തിൽ ഒരു പതള പോലെ വരികയാണ്. അപ്പോൾ നമ്മളിത് റെഗുലർലി, വല്ലപ്പോഴും അല്ല പക്ഷേ റെഗുലർലി ഇത് വരുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടു പോയതാണെങ്കിൽ പലപ്പോഴും ഇത് പ്രോട്ടീൻ ലോസ് കാരണം കൊണ്ടായിരിക്കാം. അതായത് മൂത്രത്തിലൂടെ പ്രോട്ടീൻ പോകുന്നതായിരിക്കും. അപ്പോൾ അവിടെ ഒരു പ്രോട്ടീൻ പോകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവിടെ എന്താണ് ലീക്കേജ് കാരണം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി തിരിച്ചു വരാം, ചിലപ്പോൾ നമ്മുടെ യൂറിൻ ഭയങ്കര ഡാർക്കായിട്ടായിരിക്കും പോകുന്നത്. അതെ അതെ, അത് മര്യാദക്ക് വെള്ളം കുടിക്കാതെ ഡീഹൈഡ്രേഷൻ ആയിട്ടായിരിക്കാം. ചിലപ്പോൾ ബ്ലഡ് ആയിരിക്കും പോകുന്നത്. പല പല സീരിയസ് കണ്ടീഷനിലേക്കും അത് വഴി നയിക്കാം. ഇനി ചിലപ്പോൾ മൂത്രം ഒഴിക്കുമ്പോൾ നമുക്ക് പെയിന്, അതേപോലെ ചിലപ്പോൾ സെഡിമെൻറ്റ്സ് പോലെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത് എന്താണ് കാരണം എന്ന് സോർട്ട് ഔട്ട് ചെയ്ത് എന്നിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ. അപ്പോൾ പലപ്പോഴും ആൾക്കാർ എന്തെങ്കിലും കിഡ്നിക്ക് നേരെ പോയിട്ട് ചെയ്യുന്നത് ക്രിയാറ്റിൻ ടെസ്റ്റ് മാത്രം. പക്ഷേ ക്രിയാറ്റിൻ മാത്രമല്ല ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ. ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ പല ടെസ്റ്റുകളും ബ്ലഡിലുണ്ട്. യൂറിയ, യൂറിക് ആസിഡ്, മൈക്രോ ആൽബുമിന്, പ്രോട്ടീന്, ഇതെല്ലാം ചെക്ക് ചെയ്ത് ഇത് നമ്മളെല്ലാം കോറിലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇതൊരു ഡാമേജ് സംഭവിച്ചിട്ടുണ്ടോ അതോ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണോ എന്താ നമ്മൾ നോക്കുക. ഇന്നത്തെ കാലത്ത് കിഡ്നി തകരാറിലാക്കുന്ന ഒരു 5 കാരണങ്ങൾ പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കാണുന്നത് നമ്മൾ വെള്ളം കൂടി വളരെയധികം കുറയുന്ന ആൾക്കാരിൽ. രണ്ടാമത്തേത് നമ്മൾ മൂത്രം പിടിച്ചു വെക്കുന്ന ആൾക്കാർ. പലപ്പോഴും നമ്മൾ പറഞ്ഞ കേസാണ്, മൂത്രം നമുക്ക് ഉണ്ടാവും പക്ഷേ നമ്മൾ ജോലി തിരക്ക് കാരണം നമ്മൾ മൂത്രം പിടിച്ചു വെക്കും. അത്തരം ആൾക്കാരിൽ കിഡ്നി തകരാറിലാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഉപയോഗം ഒരുപാട് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ കിഡ്നിക്ക് ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ സ്മോക്കിംഗ് ഉള്ള ആൾക്കാർ, എക്സസൈസ് വളരെ കുറവുള്ള ആൾക്കാർ, ഷുഗർ പ്രഷർ കൺട്രോൾ ചെയ്യാത്ത ആൾക്കാർ, ഒരുപാട് മരുന്നുകൾ എടുക്കുന്നുണ്ടാവും പക്ഷേ ഷുഗറും പ്രഷറും തീരെ കൺട്രോളല്ലാത്ത ആൾക്കാർ. ഇത്രയും 5 കാറ്റഗറികളിലാണ് നമ്മൾ കൂടുതലായിട്ട് ഈ കിഡ്നി അസുഖങ്ങൾ ഇന്നത്തെ ഒ പിയിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ പലപ്പോഴും യെല്ലോ കളറിൽ അല്ലെങ്കിൽ കളർ ചേഞ്ചിലൊക്കെ യൂറിൻ വരുന്നുണ്ടെന്ന്. ഇത് നിരന്തരമായിട്ട് അവഗണിക്കുന്നതും ഒരുപക്ഷെ ഇതിനൊരു കാരണമാവാം അല്ലേ? അതെ അതെ, നമ്മൾ മൂത്രം നമുക്ക് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. നമ്മൾ ബോഡിയിൽ നിന്ന് പോകുന്ന നമ്മളെ മലം, മൂത്രം, അതൊക്കെ ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. പലപ്പോഴും മൂത്രത്തിൻ്റെ കളറൊക്കെ പല ആൾക്കാരും വന്ന് പറയാറുള്ളത് കട്ടൻ ചായയുടെ കളറിലൊക്കെ മൂത്രം പോകാറുണ്ട് എന്നുള്ളത്. അതൊക്കെ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും കിഡ്നി എന്തായാലും തകരാറിലേക്ക് പോകുന്നൊരു കണ്ടീഷനാണ്. അതുപോലെ തന്നെ മൂത്രം വളരെയധികം ഡാർക്ക് യെല്ലോ കളറിൽ പോവുക, അത് മൂത്രത്തിൽ പത കാണുക, അതുപോലെ തന്നെ മൂത്രത്തിൽ പൊടി പൊടി പോലെ പോകുന്നത്. പലപ്പോഴും സ്റ്റോൺ ഉള്ള ആളുകൾക്കായിരിക്കും ഈ പൊടി പൊടി പോലെ പൊടിഞ്ഞു പോകുന്നത്. അത്തരത്തിൽ മൂത്രത്തിൻ്റെ നിറത്തിൽ വ്യത്യാസം അല്ലെങ്കിൽ കളറിൽ വ്യത്യാസം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധം വരിക, ഈ 3 കാര്യങ്ങൾ എന്തായാലും ഇത്തരം ആളുകൾ അല്ലെങ്കിൽ ഒരു ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇത്തരം ആളുകൾ ചെയ്യേണ്ട ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു യൂറിൻ ടെസ്റ്റ് തന്നെയാണ്. യൂറിൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ലാബിൽ പോയി ഒരു റുട്ടീൻ ആയിട്ടുള്ള ഒരു യൂറിൻ ചെക്കപ്പ് നടത്തി കഴിഞ്ഞാൽ നമുക്കതിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രോട്ടീൻ, അതായത് ആൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീന് ലീക്കായി പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ യൂറിനിൽ ഒരുപാട് രക്തത്തിൻ്റെ കണങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാം. സ്റ്റോണിൻ്റെ പൊടികളുണ്ടോ, ഏത് ടൈപ്പ് സ്റ്റോണാണ്, യൂറിക് ആസിഡ് കൂടുതലുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാം. ബ്ലഡിൽ നമ്മൾ പൊതുവേ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ക്രിയാറ്റിൻ. ക്രിയാറ്റിൻ നമുക്കറിയാം ഏതൊരാൾക്കാരും ഒരു പ്രായം ചെന്ന ആളുകൾ നിരന്തരം ചെയ്ത് ഒ പിയിൽ വരുന്നത് ടെസ്റ്റാണ് ക്രിയാറ്റിൻ. പക്ഷേ ക്രിയാറ്റിൻ മാത്രം ചെയ്താൽ പോരാ. ഇത്തരം ആളുകൾ പ്രത്യേകിച്ച് യൂറിയ അല്ലെങ്കിൽ യൂറിക് ആസിഡ് പോലെയുള്ള ഒരു ഫുൾ കിഡ്നി ഫങ്ഷൻ തന്നെ ഇത്തരം ആളുകൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ബ്ലഡിൽ നമുക്ക് ക്രിയാറ്റിൻ പ്രോട്ടീൻ റേഷ്യോ ഉണ്ട്, അതാണ് ഒന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്നത്. പലപ്പോഴും ക്രിയാറ്റിൻ നോർമലായിരിക്കും പക്ഷേ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ കുറച്ച് കൂടുതലായിട്ട് കാണാം. അത്തരത്തിലുള്ള ടെസ്റ്റുകൾ ഒരു 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോൾ ഇത്തരം ചാൻസ് ഉള്ള ആളുകൾ, അത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണിൻ്റെ ടെൻഡൻസി ഉള്ള ആൾക്കാർ, ഫാമിലിയിൽ കിഡ്നി കംപ്ലൈൻ്റ് ഉള്ള ആളുകളൊക്കെ ഈ ടെസ്റ്റുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതും വളരെ നല്ലതാണ്. അതുകൊണ്ടാണ്, ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും
നമ്മൾ കിഡ്നി അസുഖങ്ങൾ കണ്ടെത്താൻ വൈകുന്നതും അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോകാനുള്ള ഒരു പ്രധാന കാരണം. ഏകദേശം എത്ര ഗ്യാപ്പിലാണ് നമ്മൾ ക്രിയാറ്റിൻ ചെക്ക് ചെയ്യേണ്ടത്? ക്രിയാറ്റിൻ ടെസ്റ്റുകളൊക്കെ പൊതുവേ ഒരു 6 മാസം കൂടുമ്പോൾ നമ്മൾ ഏകദേശം ആ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം നോർമലാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോൾ റീടെസ്റ്റ് ചെയ്യാം. ഇനി ഫസ്റ്റ് ടെസ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ വളരെ ഹൈ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ മാസം കൂടുമ്പോൾ ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഷുഗർ ഉള്ള ആൾക്കാർ, ഡയബറ്റീസ് ആണ് അല്ലെങ്കിൽ ഷുഗർ ആണ് ഇന്ന് കിഡ്നി അസുഖങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് വരുന്നത്. ഇന്ന് ഒ പിയിൽ വരുന്ന ഷുഗർ ഉള്ള ആളുകളിൽ ഒരു 90% ആൾക്കാരിലും ഷുഗർ കൺട്രോളിലല്ല. മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും, ഇൻസുലിൻ എടുക്കുന്നുണ്ടാവും, പക്ഷേ ഷുഗർ ഒരിക്കലും കൺട്രോളിലാവുന്നില്ല. അപ്പോൾ ആ ഷുഗർ തീരെ കൺട്രോളാവാത്ത ആൾക്കാരിൽ, അല്ലെങ്കിൽ ബി പി ഉണ്ട്, ബി പി തീരെ മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ബി പി അങ്ങനെ കൺട്രോൾ ചെയ്യാതെ ഹൈ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ, അവർക്ക് ആ സമയത്ത് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഗ്രാജുവലി അവർക്ക് എന്ത് സംഭവിക്കും? അവരെ കിഡ്നി അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും, കിഡ്നിക്ക് തകരാറ് വരാൻ തുടങ്ങും, മറ്റുള്ള ഓരോ അവയവങ്ങൾക്കും ഡാമേജ് വരാൻ തുടങ്ങും. പിന്നെ പെട്ടെന്നായിരിക്കും അറ്റാക്കോ അല്ലെങ്കിൽ സ്ട്രോക്കൊക്കെ ആയിട്ട് പെട്ടെന്ന് ഈ ഷുഗറുള്ള ആളുകൾക്ക് വരിക. അപ്പോഴായിരിക്കും ഇവർക്ക് ഇത്രയും ബുദ്ധിമുട്ട് ശരീരത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഷുഗറുള്ള ആളുകൾ അത് കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബി പി ഉള്ള ആളുകളും അത് ഹൈ ആയിട്ട് കൊണ്ട് നടക്കാതെ അത് വളരെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഷുഗറുള്ള ആളുകൾക്ക് നമ്മൾ പൊതുവേ കാണുന്നുണ്ട്, എന്ത് മെഡിസിൻ എടുത്തു കഴിഞ്ഞാലും അത് എഫക്റ്റ് ചെയ്യാത്തൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മറ്റുള്ള എല്ലാ അസുഖങ്ങളെയും പ്രിവെൻറ്റ് ചെയ്യുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതെ അതെ, ഷുഗർ എന്ന് പറയുന്നത് പല ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യും. ഷുഗർ കൺട്രോൾ ആവാത്ത കേസുകളിൽ നമ്മൾ പലപ്പോഴും ഷുഗറുള്ള ആളുകൾക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി വരെ കുറയുന്നത്. കാരണം ആ ഞരമ്പുകളെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഞരമ്പുകളെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഒരു വലിയൊരു വാർണിംഗ് സൈനാണ്. അത്തരം ആളുകൾക്ക് കിഡ്നിയെ ബാധിക്കാം, മറ്റുള്ള അവയവങ്ങളെ ബാധിക്കാം, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഭാവിയിൽ ഉണ്ടാക്കും. അതുകൊണ്ട് ഷുഗറുള്ള ആളുകൾ, ബി പി ഉള്ള ആളുകൾ, യൂറിക് ആസിഡ് ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ്, പ്രത്യേകിച്ച് യുവാക്കളിൽ. യൂറിക് ആസിഡ് എപ്പോഴും നോക്കിയാലും 7ൻ്റെ പുറമെ 8ൻ്റെ പുറമൊക്കെ ആയിരിക്കും. പലപ്പോഴും ഒരു ബീഫ് കഴിച്ചത് കൊണ്ടാണെന്നാണ് പലരും വിചാരിച്ചിരിക്കുക. പക്ഷേ ബീഫ് കഴിച്ചുകൊണ്ടൊന്നും അല്ല ഈ പെട്ടെന്ന് യൂറിക് ആസിഡ് കൂടുന്നത്. അവരുടെ ശരീരത്തിൻ്റെ ഓരോ പ്രത്യേകത കാരണം, അല്ലെങ്കിൽ ഒരുപാട് ഇംബാലൻസ് വന്നിട്ടുണ്ടാവും ശരീരത്തിനകത്ത്. അത് കാരണം യൂറിക് ആസിഡ് ക്രോണിക് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് കൂടി വന്നാലും കിഡ്നിക്ക് ഡാമേജ് വരാം. പലപ്പോഴും നമ്മൾ യൂറിക് ആസിഡ് കൂടിയാൽ ഒരു ടാബ്ലറ്റ് എടുത്ത് യൂറിക് ആസിഡ് കുറക്കാൻ നോക്കും, പക്ഷേ വീണ്ടും നോക്കുമ്പോൾ വീണ്ടും യൂറിക് ആസിഡ് കൂടുതലായിരിക്കും. അപ്പോൾ യൂറിക് ആസിഡുള്ള ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കുക. അത് വളരെ നാളുകളായിട്ട് ഒരുപാട് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഡേഞ്ചറാണ്, അതും കിഡ്നിയെ ബാധിക്കാം. യൂറിക് ആസിഡ് കൊണ്ട് മാത്രം കിഡ്നി തകരാറിലായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ യൂറിക് ആസിഡ് ഒരിക്കലും നമ്മൾ മൈൻഡ് ചെയ്യാതെ വിടരുത്. അത് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളും കൂടെ യൂറിക് ആസിഡുള്ള ആളുകൾ ശ്രദ്ധിക്കുക. പലപ്പോഴും സ്റ്റോണുമായിട്ട് പേഷ്യൻസ് വരുമ്പോൾ അവരുടെ ടെസ്റ്റ് നോക്കിയാൽ യൂറിക് ആസിഡ് കൂടുതലായിരിക്കും. അപ്പോൾ യൂറിക് ആസിഡിന് മരുന്നെടുത്ത് കഴിക്കും, അത് കുറയും. പക്ഷേ വീണ്ടും അവരുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നത് കൊണ്ട് യൂറിക് ആസിഡ് കൂടും. അപ്പോൾ യൂറിക് ആസിഡിനെ പെർമനൻ്റായിട്ട് കളയാനുള്ള ഒരു സൊല്യൂഷനാണ് പലപ്പോഴും നിങ്ങൾ ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് അതിന് ഒരു സൊല്യൂഷനാണ് കണ്ടെത്തേണ്ടത്. നമ്മളിപ്പോൾ ഹെൽത്തി ആണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും, അതായത് ചില യൂട്യൂബേഴ്സൊക്കെ കണ്ടിട്ടുണ്ട്, രാവിലെ തന്നെ 1/2 ലിറ്റർ വെള്ളം കുടിച്ചിട്ട് ഡയറ്റ് ചെയ്യുക, അതേപോലെ ഒരുപാട് പച്ചക്കറികൾ കഴിക്കുക, ഒരുപാട് ഇലക്കറികൾ കഴിക്കുക, അതുപോലെ ഒരുപാട് വെള്ളം കുടിക്കുക, മറ്റ് സപ്ലിമെൻറ്റ്സ് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ എങ്ങനെയാണ് കിഡ്നിയെ തകരാറിലാക്കുന്നത്? ഇപ്പോൾ ഹെൽത്തി ആയിട്ട് എന്ന് പറയുമ്പോൾ മെജോറിറ്റി പേരും എല്ലാവരും വിചാരിക്കും നമ്മൾ ഇലക്കറികൾ എടുക്കാം അല്ലേ. ഇലക്കറികൾ കഴിക്കുന്ന നമുക്ക് ആരോഗ്യപരമായിട്ട് പല ഗുണങ്ങളും ഉണ്ടെന്ന് പറയും. പക്ഷേ ഈ ഇലക്കറികൾ ഓവറായിട്ട് കഴിക്കുമ്പോൾ അതിലുള്ള കാൽഷ്യം ഓക്സലേറ്റ് പലപ്പോഴും കിഡ്നി സ്റ്റോണിനൊക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ പലപ്പോഴും കാരണമാവാറുണ്ട്. ഇനിയിപ്പോൾ ഇളനീർ വെള്ളം എടുത്ത് നോക്കാം. ഇളനീർ വെള്ളം എടുത്ത് നോക്കുമ്പോഴത്തേനും അതിൽ സാധാരണക്കാർക്ക് ഇത് ഒരു മോഡറേറ്റ് ലെവലിൽ ഇതെല്ലാം ഓക്കെയാണ്. നമ്മൾ പറയാറില്ല അമിതമായ അമൃതവും വിഷം എന്ന് പറയുന്ന പോലെ തന്നെ ഇത് അളവിൽ കൂടുതലാവുമ്പോൾ പലപ്പോഴും ഇതെന്ത് സംഭവിക്കും? നോർമലായിട്ടുള്ള ഒരാൾക്ക് ഒരു ഇടത്തരം ലെവലിൽ എടുക്കുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ കിഡ്നി പേഷ്യൻ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ കിഡ്നീനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അസുഖം, സ്റ്റോൺ ഇങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഇളനീർ വെള്ളം എടുക്കുന്നതെങ്കിൽ ഇത് ഹൈ പൊട്ടാഷ്യം കണ്ടൻ്റ് ഉള്ള ഒരു ഐറ്റമാണ്. സോ അതിന് ഫിൽട്രേഷനെ ബാധിക്കാം. അതേപോലെ തന്നെ ഇലക്കറികൾ എടുക്കുമ്പോൾ ഓക്സലേറ്റിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റോണായിട്ട് ഡെവലപ്പ് ചെയ്യും. സ്റ്റോണായി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ കിഡ്നീൻ്റെ അവിടെ സ്ട്രെസ്സ് വരികയാണ്. ഇനി വെള്ളം, വാട്ടർ ഡയറ്റ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വാട്ടർ ഡയറ്റിൻ്റെ കേസസിൽ പറയുമ്പോൾ പലപ്പോഴും ഈ വെള്ളം കുടിക്കുന്നത് നമ്മൾ ഇത് ഫിൽട്ടറായിട്ട് പോകണം അല്ലേ. അപ്പോൾ ഈ ഫിൽട്രേഷന് ഉപയോഗിക്കുമ്പോൾ ഇത് ഓവർലോഡറായിട്ട് വെള്ളം പോകുമ്പോൾ ഇതും കിഡ്നിക്ക് ഒരു തരത്തിൽ സ്ട്രെസ്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആൾക്കാരിപ്പോൾ എന്താ ചെയ്യുക, രാവിലെ എണീറ്റ പാടെ
കുറച്ച് ഒരു 1/2 ലിറ്റർ കുടിക്കാം എന്ന് പറയും. അപ്പോൾ ഇത് കിഡ്നിക്ക് പലപ്പോഴും ഡാമേജിന് കാരണമാവും. കാരണം ഇത് ഓവർലോഡായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിപ്പായിട്ടാണ് എപ്പോഴും വെള്ളം കുടിക്കേണ്ടത്. ഇപ്പോൾ രാവിലെ കുടിക്കേണ്ട ഒരു രാവിലെ എണീറ്റ പാട് ഇപ്പോൾ നമ്മൾ എന്തായാലും രാത്രി കിടക്കുമ്പോൾ ഇവിടുന്ന് തൊട്ടൊരു 12 to അല്ലെങ്കിൽ 8 മണിക്കൂർ എന്തായാലും നമുക്ക് അവിടെ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ പാടെ ഒരു 50 ml വാട്ടർ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ അതിൽ കൂടുതലാവുമ്പോൾ ഇത് കിഡ്നിക്ക് സ്ട്രെസ്സും ഡാമേജിനും കാരണമാവും. പലപ്പോഴും എല്ലാവരും വിചാരിക്കുക ഒരുപാട് വെള്ളം കുടിക്കണം എന്ന് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഒരുപാട് വെള്ളം കുടിച്ചാലും കിഡ്നിക്ക് നമുക്ക് സ്ട്രെസ്സ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും വെള്ളം കുടിക്കുമ്പോൾ കുറച്ചായിട്ട് കുടിക്കുക. രാവിലെ എണീക്കുമ്പോൾ വെള്ളം കുടിക്കണം നല്ല തന്നെയാണ്. പക്ഷെ ഉള്ളത് ഒരു ഗ്ലാസ് 2 ഗ്ലാസ് എന്ന നിലയിൽ കുടിക്കുക. ഒരു ജഗ് വാട്ടർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ട്രെസ് കൂടും. നമ്മുടെ ബോഡി വെയിറ്റിനനുസരിച്ചിട്ട് കുടിക്കുക എന്നുള്ളത് ഒരു ഫാക്ടറാണ്. കാരണം ഒരു 20 to 25 kgക്ക് 1 ലിറ്റർ എന്നുള്ള ഒരു കണക്കിൽ വെച്ച് നമ്മുടെ ബോഡി വെയിറ്റിനനുസരിച്ച്, കാരണം ഓരോരുത്തരുടെ ശരീരപ്രകൃതി ഡിഫറൻ്റ് ആണല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് കുടിക്കുക എന്നുള്ളത് ഇതിലൊരു ഫാക്ടർ തന്നെയാണ്. പ്രത്യേകിച്ചും ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ, അതായത് നമ്മൾ അത്രയും നേരം ഭക്ഷണമൊന്നും കഴിക്കാത്ത ഒരവസ്ഥയിൽ പെട്ടെന്ന് ഇങ്ങോട്ട് വെള്ളം ഒരുപാട് ചെല്ലുന്നതും ദോഷമായിട്ട് വരുന്നുണ്ടോ? തീർച്ചയായിട്ടും. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, ലിമിറ്റഡ് ആയിട്ട് കുടിക്കുക എന്നുള്ളതാണ്. മാക്സിമം ഇപ്പോൾ രാവിലെ എണീറ്റപ്പോൾ 1 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ 1/2 ലിറ്റർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഓവർലോഡാണ് അല്ലേ. ഇതിനെ നമ്മൾ ഫിൽറ്റർ ചെയ്യാനും കാര്യങ്ങളാകുമ്പോഴത്തേനും ഇത് കിഡ്നിക്ക് എന്തായാലും ഓവർലോഡ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഓവറായിട്ട് വെള്ളം കുടിക്കുന്നതും വളരെ ദോഷമാണെന്നുള്ളത്. അപ്പോൾ ഒരാൾക്ക് എത്ര വെള്ളം വേണം ഒരു ദിവസം? സാധാരണ ഒരു ശരാശരി ഒരു 50-60 കിലോ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒരു 2.5-3 ലിറ്റർ വെള്ളം മതി. ഒരു നോർമൽ നമ്മളെ കിഡ്നിയൊക്കെ ശരിയായിട്ട് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം 2.5-3 ലിറ്റർ മാക്സിമം മതി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കണം എന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ സ്റ്റോണൊക്കെ ഉള്ള ആളുകൾ ഞാൻ പലപ്പോഴും പേഷ്യൻസ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഡോക്ടറെ കുടിച്ച് മതിയായി, അത്രയും വെള്ളം കുടിക്കുന്നുണ്ട്, എന്നിട്ടും ഈ സ്റ്റോൺ എന്തുകൊണ്ട് വരുന്നതെന്നുള്ളത്. അപ്പോൾ അത് നമ്മളൊരു ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും കിഡ്നിക്ക് ദോഷമായിട്ടാണ് വരിക. കിഡ്നിക്ക് വർക്ക് ലോഡ് കൂടും, സ്ട്രെസ്സ് കൂടും. അപ്പോൾ പലപ്പോഴും നമ്മളൊരു മിനിമം ക്വാണ്ടിറ്റി കുടിക്കുക, 2.5-3 ലിറ്റർ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ കുടിക്കുമ്പോൾ തന്നെ അത് സിപ്പായിട്ട് ഇതേപോലെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഒരു മിനിമം ഒരു 2-3 ഗ്ലാസ് ഒരു അരമണിക്കൂർ കൂടുമ്പോൾ ഇടവിട്ട് കുടിക്കുകയാണെങ്കിൽ വളരെ നന്നാവും. പിന്നെ എപ്പോഴാണ് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുക, എങ്ങനെയാണ് നമുക്ക് പ്രോപ്പർലി നമുക്ക് വെള്ളം കിട്ടുന്നുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, പ്രോപ്പർലി നമ്മൾ വെള്ളം കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകാറുണ്ടല്ലോ. ഒരു 5-6 തവണ ഡെയിലി നമുക്ക് മൂത്രം ഉണ്ടാവുന്നുണ്ട്, അതിനനുസരിച്ച് ബാത്റൂമിൽ പോകുന്നുണ്ടെങ്കിൽ, മൂത്രമൊഴിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു 5-6 തവണയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളം എത്തുന്നുണ്ട്. നോർമൽ 5-6 തവണയൊക്കെ നമുക്ക് ആ ഒരു ടെൻഡൻസി, മൂത്രമൊഴിക്കാനുള്ള ഒരു ടെൻഡൻസി, പിടിച്ചു വെക്കാനുള്ള ടെൻഡൻസി വരുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർലി ഹൈഡ്രേറ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ യൂറിന്റെ കളറും നല്ല തെളിഞ്ഞതായിട്ട് വരും അല്ലേ. ലൈറ്റ് കളറിലുള്ള ഒരു യൂറിൻ ആണെങ്കിലും നമുക്ക് അത്യാവശ്യത്തിന് ശരീരത്തിലേക്ക് ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ട്. ഒരു ഡാർക്ക് കളർ ആണെങ്കിൽ, ഡാർക്ക് യെല്ലോ കളറൊക്കെ ആണെങ്കിലാണ് നമുക്ക് ശരീരത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം എത്തുന്നില്ല എന്ന് മനസ്സിലാക്കാം. ഒരു ലൈറ്റ് കളർ യൂറിൻ ആണെങ്കിൽ പലപ്പോഴും നമ്മൾ നോർമലി ഹൈഡ്രേറ്റഡ് ആണ്, അതിലേറെ കൂടുതൽ വെള്ളം കുടിക്കണം എന്നില്ല. ഇപ്പോൾ അമിതമായിട്ടുള്ള പ്രോട്ടീനൊക്കെ കിഡ്നി തകരാറിലാക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പല ജിമ്മിൽ പോകുന്ന ആളുകൾക്കും ക്രിയാറ്റിനായിട്ടും പ്രോട്ടീനായിട്ടും ഒക്കെ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കാറുണ്ടല്ലോ അവർ. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ കിഡ്നിയെ ബാധിക്കുക? പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് തന്നെയാണ്. പ്രോട്ടീൻ എടുത്തു എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും കൂടി നോക്കണം. ചുമ്മാ വീട്ടിലിരിക്കുന്ന ഒരാൾ പ്രോട്ടീൻ ധാരാളം കഴിക്കുകയാണെങ്കിൽ, ചുമ്മാ വെറുതെ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു 0.8 grams to 1 gram വരെയാണ് മാക്സിമം പ്രോട്ടീൻ ഇൻടേക്ക് പാടുള്ളൂ എടുക്കേണ്ടത്. അതിൽ കൂടുതലായാൽ അത് പ്രശ്നം തന്നെയാണ്. ഇപ്പം എന്നൊരു ജിമ്മ്, അത്ലറ്റ്സ് അങ്ങനത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാക്സിമം ഒരു 1.2 gram to 1.6 gram വരെയൊക്കെ ആവാം. അപ്പോൾ ഓരോരുത്തരുടെ ബോഡി വെയ്റ്റും, അതായത് 1.6 gram എന്ന് പറഞ്ഞാൽ പെർ കിലോ ആണ് കേട്ടോ. അപ്പോൾ അവരുടെ ബോഡി വെയ്റ്റും കാര്യങ്ങളും അനുസരിച്ചിട്ടാണ് ഈ പ്രോട്ടീൻ എടുക്കേണ്ടത്. എന്നാൽ മറിച്ച് ബോഡി ബിൽഡിങ്ങിന് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് പെർ kgക്ക് മാക്സിമം ഒരു 2 gram വരെയൊക്കെ പ്രോട്ടീൻ എടുക്കാം. ഇതിൽ പക്ഷേ ബോഡി ബിൽഡിങ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ആളുടെ സപ്പോർട്ടോട് കൂടി, അസിസ്റ്റൻറ്റിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ, ഗൈഡൻസോട് കൂടെ തന്നെയാണ് നമ്മളിത് എടുക്കേണ്ടത് ബോഡി ബിൽഡിങ്ങിലേക്ക് പോകുമ്പോൾ. നോർമൽ ഒരു അത്ലറ്റ്സ് അല്ലെങ്കിൽ ജിമ്മ് ഉള്ള ആൾക്കാർക്ക് ഒരു 1.6 gram വരെ അല്ലെങ്കിൽ മാക്സിമം 1.2 gram വരെ പ്രോട്ടീൻ തന്നെ ധാരാളമാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ വെയ്റ്റിനനുസരിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 67 കിലോ ഉള്ള ഒരാൾക്ക്, നോർമൽ ഒരാൾക്കാണെങ്കിൽ ഒരു 50 gram to ഒരു മാക്സിമം ഒരു 60 gram പ്രോട്ടീൻ മതി. ഇതിൽ കൂടുതലാകുമ്പോൾ എന്താവും, തീർച്ചയായിട്ടും അത് നമ്മുടെ കിഡ്നിക്ക് ഡാമേജ് വരാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ ജിമ്മന്മാർക്കാണെങ്കിൽ മാക്സിമം ഒരു 80 gram മുതൽ 100 gram വരെ, 67 കിലോ ആണ് വെയിറ്റ് എങ്കിൽ ഇതാണ് കണക്ക്. അപ്പോൾ നമ്മുടെ ബോഡി നേച്ചറിനനുസരിച്ചിട്ട് വേണം
മൊത്തത്തിലുള്ള പ്രോട്ടീൻ സോഴ്സ് നമ്മൾ എടുക്കാൻ. ഇതിൽ നാച്ചുറൽ ആയിട്ട് എടുക്കുന്നവരുണ്ട് അല്ലേ. അപ്പോൾ നമ്മളതൊന്ന് കുറയ്ക്കണം. അപ്പോൾ പ്രോട്ടീൻ പൗഡർ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എഗ്ഗ് നല്ലൊരു സോസാണ്, അത് ചിക്കന്, ബീഫ്, അതേപോലെ തന്നെ നട്ട്സ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ പല സോസുകൾ നമുക്കുണ്ട്, പാല്, കേട്, ഇതെല്ലാം അവർ കഴിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കവർ ചെയ്തിട്ട് ഒരു ഡേ ഇത്ര എടുക്കുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ തീർച്ചയായിട്ടും എടുക്കാൻ. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇതിന് പ്രശ്നം വരും. പിന്നെ പലപ്പോഴും ആൾക്കാർ ചെയ്യുന്നത് എന്താ വെച്ചാൽ ക്രിയാറ്റിനൊക്കെ എടുക്കുമ്പോൾ ഇവർ ചെക്ക് ചെയ്യില്ല ബ്ലഡിൽ. ശരിയാണ്. ഇപ്പോൾ നോർമലി ഇപ്പോൾ ഒരു ജിമ്മിൽ പോകുന്ന ഒരാൾക്ക്, നോർമൽ ഒരാൾക്ക് 1.4 ആണെങ്കിൽ ഒരു ജിം അത്ലറ്റ്സിന് മാക്സിമം ഒരു 1.6 വരെയൊക്കെ ആവാം. പക്ഷേ ഈ 1.6 ഓൾറെഡി അവർക്ക് ഉണ്ടാവും. വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ മസിൽസ് ഗെയിൻ ചെയ്യുമ്പോൾ ഒക്കെ ക്രിയാറ്റിൻ്റെ അളവ് കൂടും. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാതെ അവർ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റും കൂടി വീണ്ടും എടുക്കും. അപ്പോൾ ഇത് പ്രോബ്ലം ആവാറുണ്ട്. അത് ഡാമേജിന് കാരണം. അപ്പോൾ നമ്മളെപ്പോഴും ഇപ്പോൾ ഇങ്ങനെ ജിമ്മിലൊക്കെ പോകുന്ന ഇത് സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു റെഗുലർ, അല്ലെങ്കിൽ 3 മന്ത്സ് അല്ലെങ്കിൽ 6 മന്ത്സിനുള്ളിലെങ്കിലും ഒരു റെഗുലർ ചെക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രമാണ് എടുക്കേണ്ടത്. രണ്ടാമത് ഇവർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് ഇല്ലാതെ മൾട്ടിപ്പിൾ സപ്ലിമെൻറ്റ്സ് എടുക്കും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ വൈറ്റമിൻ ഡി നല്ലതാണ്, കുറേ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ് കൊടുക്കും, കുറേ മഗ്നീഷ്യം എടുക്കും. ഇപ്പം നമ്മുടെ നീഡ് എന്താണ്, നമ്മുടെ ചെക്ക് ചെയ്തിട്ട് അതിനുള്ള ക്വാണ്ടിറ്റീനനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത്. ഇപ്പോൾ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് ആണെങ്കിലും കണ്ണും കൂട്ടി ഇപ്പോൾ 60,000 ഡോസ് എടുക്കുകയാണ്. അപ്പോൾ 100 ദിനങ്ങളുടെ മുകളിൽ പോയി അത് ലിവർ ഡാമേജ് ഉണ്ടാക്കും ഇല്ലേ. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള അംശം എത്രത്തോളം ഉണ്ട്, അത് സപ്ലിമെൻ്റ് ആവശ്യമാണോ നോക്കിയിട്ടാണ്. അല്ലാതെ എല്ലാ സപ്ലിമെൻറ്റും അരി വരിച്ചു തന്നാലും ഉറപ്പായിട്ടും പ്രോബ്ലം ഉണ്ടാവും. ഒറ്റ ആവേശത്തിൽ നമുക്ക് എല്ലാം നല്ലതാണല്ലോ, അതായത് നമ്മുടെ ഇലക്കറി പറഞ്ഞ പോലെയാണ്, നല്ലതാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാം ഓവറായി കഴിയുമ്പോൾ അത് പ്രോബ്ലം ആയിട്ട് വരാറുണ്ട് പലപ്പോഴും. നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഉണ്ട്, നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ആവശ്യമുണ്ട് എന്നുള്ളത് നോക്കിയ ശേഷമാണ് നമ്മൾ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ തന്നെ പലയിടത്തും ഉള്ളതാണ് ഇൻ്റർമീഡിയറ്റ് ഡയറ്റിങ്, കീറ്റോ ഡയറ്റ് പോലുള്ള പല ഡയറ്റുകളും അല്ലേ, GM ഡയറ്റ് പോലത്തെ പല ഡയറ്റുകളും ഉണ്ട്. അപ്പോൾ ഈ ഡയറ്റ് എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡയറ്റ് ശരിക്കും ഒരു ഡയറ്റീഷ്യൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ നിങ്ങളുടെ ഇൻഡിവിജ്വലായിട്ട് പരിഗണിച്ച് നിങ്ങളുടെ ശരീരത്തിന് അനുയോജ്യമായിട്ട് ഉള്ള ഡയറ്റാണ് തരിക. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ എനിക്ക് ഇൻ്റർമീഡിയറ്റ് ഡയറ്റിങ് സെറ്റായി വെച്ചിട്ട് ഞാൻ ഡോക്ടറെ നിങ്ങൾ മെലിഞ്ഞു അതുകൊണ്ട് ഞാനും തുടങ്ങട്ടെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് അത് അനുയോജ്യമായിക്കോണം എന്നില്ല. അപ്പോൾ അതൊരു പ്രോപ്പർ ഗൈഡൻസിൻ്റെ രീതിയിലാണ് തീർച്ചയായിട്ടും നിങ്ങളൊരു ഡയറ്റ് എടുക്കേണ്ടത്. അതൊക്കെ കുറേ യൂട്യൂബേഴ്സിലും അല്ലെങ്കിൽ അവർക്കത് റിസൾട്ട് തന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കരുത് എടുക്കുക. പലപ്പോഴും അതും ഒരു പ്രശ്നമാവാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി പ്രോട്ടീൻ്റെ പ്രശ്നം അല്ലെങ്കിൽ കിഡ്നീൻ്റെ പ്രോബ്ലം ഉള്ള ഒരാളായിരിക്കാം, ഹൈ BP ആയിരിക്കാം, അല്ലെങ്കിൽ ഹൈ ഷുഗർ ആയിരിക്കാം ഡോക്ടർ പറഞ്ഞ പോലെ. ഇത് പലപ്പോഴും കിഡ്നി ഡാമേജിന് സംഭവിക്കാറുണ്ട് അല്ലേ. പ്രോട്ടീനോട് നന്നായിട്ട് പോകുന്ന സമയത്ത് കീറ്റോ ഡയറ്റ് എടുത്ത് ഹൈ പ്രോട്ടീൻ ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഈ മസിൽ ബിൽഡിങ് അതുപോലെ എല്ലാ കാര്യങ്ങളും ആളുകൾ ചെയ്യുന്നത് ആരോഗ്യത്തെക്കാൾ കൂടുതലായിട്ട് സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ മസിൽ ബിൽഡിങ് ചെയ്യുന്നു, കുറേ പേര് സൗന്ദര്യം വർദ്ധിക്കാനായിട്ട് കുറേ ക്രീമുകൾ വാരി തേക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് മൂലം ഞാൻ കേട്ടിട്ടുണ്ട് പല ഫേസ് പാക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കാറുണ്ട്. അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ പല പേഷ്യൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ചിലവർ ഇപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോൾ തന്നെ പലവരും ഡോക്ടറെ മുഖത്ത് അപ്ലൈ ചെയ്ത സാധനം എങ്ങനെയാണ് കിഡ്നീനെ ഡാമേജ് ചെയ്തത്? അതെ അല്ലേ. ഇത് നമ്മൾ ഉള്ളിലേക്കൊന്നും സപ്ലിമെൻറ്റ് കഴിച്ചിട്ടില്ല. പക്ഷേ എങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം, ഇത് ഡയറക്റ്റ്ലി ഒറ്റയടിക്ക് ഡാമേജ് ഒന്നും ഉണ്ടാക്കില്ല. പക്ഷേ ഒരു ഇന്ന് ഗവൺമെൻറ് പല പ്രോജക്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ വലിയ രീതിയിൽ പ്രശ്നം വരില്ല. പക്ഷേ ഇന്ന് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് പല ലോക്കൽസ് ഒരു ബ്രാൻഡ് നെയിം പോലും ഇല്ലാത്ത പല പ്രോഡക്റ്റ്സ് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പോർസിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇറങ്ങിച്ചെല്ലും. അങ്ങനെ അവിടെയുള്ള മസിൽസിനും അവിടുത്തെ കാപ്പിലറീസ് മൂലം ഇത് കളക്ട് ചെയ്ത് ബ്ലഡിലേക്ക് പോകും. അപ്പോൾ ഇതിലുള്ള പല കണ്ടൻറ്റായ ലെഡ്, ലിപ്സ്റ്റിക്കിലൊക്കെ ലെഡ് ഉണ്ടാവും, മെർക്കുറി ഉണ്ടാവും, ആർസനിക് ഉണ്ടാവും. ഇതൊക്കെ ഹെവി ടോക്സിക് മെറ്റൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അളവ് ഇതാവുമ്പോൾ അത് ഫിൽട്ടർ ആവുന്നത് എവിടെ വെച്ചിട്ടായിരിക്കും? കിഡ്നിയിലായിരിക്കും. അപ്പോൾ ഒരു പരിധി ഇപ്പോൾ ഇന്നൊരു ദിവസം ഉപയോഗിച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡാമേജ് സംഭവിക്കണമെന്നില്ല. പക്ഷെ നമ്മൾ വെളുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒന്ന് കളർ വെക്കും അല്ലേ. മെയിനായിട്ട് ഈ ലൈറ്റനിങ് ക്രീംസൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് കളർ വെച്ച് ഇതാവുമ്പോൾ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആർത്തിയാവും, ഒന്നും കൂടി അപ്ലൈ ചെയ്യും, ഇത് റെഗുലർ ആവും. അപ്പോൾ അങ്ങനെ റെഗുലർ ബേസിസിലാവുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആയി ഇത് ഡെപ്പോസിറ്റ് ഫിൽട്രേഷൻ കുറയുകയും ഈ ഹെവി മെറ്റൽസ് കിഡ്നിയിൽ പോയി ഡെപ്പോസിറ്റ് ആവുകയും ചെയ്യും. അങ്ങനെയാണ് ഇത് കിഡ്നി ഡാമേജിലേക്ക് പിന്നീട് പോകാറുള്ളത്. പക്ഷേ ഇന്നുള്ള പല ക്രീമുകളും കാര്യങ്ങളും ബ്രാൻഡഡ് ആണെങ്കിൽ അതിൽ ലിമിറ്റ് ഉണ്ടാവും, അതിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ ലിമിറ്റിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്ലൈ ആയിരിക്കും
മാഡം ഒരു ക്രീം ഉപയോഗിക്കുന്ന കാര്യം പറയാം. അപ്പോൾ ഇതും അപ്ലൈ ചെയ്യും അതും അപ്ലൈ ചെയ്യും. അപ്പോൾ ഇതിലുള്ള ബേസിക്കും ഉണ്ടാവും, അതിലുള്ളതും കൂടി ഇത് ഓവർ ഡോസ് ആവും. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ ജിമ്മിൻ്റെ കേസിലാണെങ്കിലും ക്രീമിൻ്റെ കേസിലൊക്കെ ആണെങ്കിലും ഓവർ യൂസും അൺനെസസറി സപ്ലിമെൻറ്റ്സും മൾട്ടിപ്പിൾ സപ്ലിമെൻറ്റ്സും ആണ് പലപ്പോഴും ഇതിനെ ഡാമേജിലേക്ക് എത്തിക്കുന്നത്. ഫെയർനെസ് പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷെ അതൊരിക്കലും നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. ഈ ഒരു ജനറേഷനിൽ എല്ലാവരും ലൈറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു കോവിഡ് കാലഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ കോസ്മെറ്റിക്സ് കുറച്ചുകൂടെ കൂടി വന്നിട്ടുണ്ട്. കാരണം ഓൺലൈനാണ്, ഇപ്പം എല്ലാം ഓൺലൈനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ 2 ദിവസം കൊണ്ട് സാധനം വീട്ടിലെത്തും. അപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, പലതും നമുക്ക് സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ കറക്റ്റ് ലാബലിംഗ് ഇല്ലാത്ത പ്രൊഡക്റ്റുകളാണെന്ന് പലതും ഓൺലൈനിലുള്ളത്. ആ ഓൺലൈൻ മാർക്കറ്റ് ഇന്ന് കോവിഡിന് ശേഷമാണ് കൂടിയത്. ആ ഓൺലൈനായിട്ട് പലപ്പോഴും നമ്മൾ ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ അത് നമുക്ക് കെമിക്കൽസ് കൂടുതലുള്ളതാണ്. മെർക്കുറി, ലെഡ് പോലെയുള്ള ഒരുപാട് കെമിക്കൽസ് ലോക്കൽ പ്രൊഡക്റ്റുകളിലുണ്ട്. അത് നമുക്ക് ബ്ലഡിലേക്ക് എത്തുകയും നമ്മൾ മുഖത്താണ് തേക്കുന്നതെങ്കിൽ പോലും അത് ബ്ലഡിലേക്ക് എത്തുന്നുണ്ട്. ചെറിയ ചെറിയ പോർസ് ഉണ്ട് നമ്മുടെ മുഖത്തൊക്കെ. നമ്മൾ ചെറിയ ക്രീം നമ്മൾ മെഡിക്കലി നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഒരു ഓയിൻമെൻറ്റ് ക്രീമൊക്കെ എങ്ങനെയാണോ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഈ ക്രീമുകൾ മേക്കപ്പ് പ്രൊഡക്ട്സുകളൊക്കെ നമുക്ക് ബ്ലഡിൻ്റെ ഇതിലേക്ക് എത്തുന്നുണ്ട്. അതുവഴി നമുക്ക് ഓവറായിട്ട് കെമിക്കൽസ് കിഡ്നിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഫിൽട്രേഷനെ ബാധിക്കും, കിഡ്നിക്ക് തകരാറുണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വാങ്ങിക്കുമ്പോൾ, ഒരു സാധനം വാങ്ങിക്കുമ്പോൾ, പർച്ചേസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് സ്റ്റാൻഡർഡൈസേഷൻ കീപ്പ് ചെയ്യുന്ന ലാബലിംഗ് ഉള്ള പ്രൊഡക്ട്സുകൾ മാത്രം യൂസ് ചെയ്യുക. കാരണം അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും വരിക. കെമിക്കൽസ് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൽ ബാഡായിട്ടുള്ള എന്തെങ്കിലും കെമിക്കൽസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടേ വരുള്ളൂ. ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ അതൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല പ്രൊഡക്ട്സുകളിൽ. അപ്പോൾ ചീപ്പായിട്ടുള്ള ഓൺലൈനായിട്ട് വാങ്ങിക്കുന്ന പ്രൊഡക്ട്സുകൾ മാക്സിമം ഒഴിവാക്കുക. പലപ്പോഴും നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്ന ആളുകളാണെന്ന് ഒരുപാട് കൂടുതൽ. ഒരു കടയിൽ പോയിട്ട് ഒരു നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ഒരു കടയിൽ പോയി മാത്രം മേക്കപ്പ് പ്രൊഡക്ട്സുകൾ വാങ്ങി ഉപയോഗിക്കാം. നമ്മൾ പലപ്പോഴും ഇന്ന് ലിപ്സ്റ്റിക്കൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന കാലമാണ്. അപ്പം ചെറിയ കുട്ടികൾ വരെ ഉപയോഗിക്കുന്നുണ്ട്, വലിയ ആളുകൾ മാത്രമല്ല. ചെറിയ സ്കൂളിൽ പോകുന്ന കുട്ടികൾ വരെ ലിപ്സ്റ്റിക്ക് ഡെയിലി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പം അത്തരം കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഇത് ലൈറ്റായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അംഗീകൃതമായിട്ടുള്ള ഷോപ്പിൽ നിന്ന് മാത്രം വാങ്ങി പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെയാണ് ഈ കോസ്മെറ്റോളജീൻ്റെ കേസ് പോലെ തന്നെയാണ്. നമ്മളിപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് പല പൗഡേഴ്സ് ഉപയോഗിക്കും അല്ലേ. അപ്പോൾ നമ്മളൊരു കോമൺ ആയിട്ട് ചിന്തിച്ച് നോക്കും, നമ്മൾ ഈ മൂത്രച്ചൂടുണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ നാടനായിട്ട് നമ്മൾ വീട്ടിൽ കൂവപ്പൊടിയൊക്കെ കലക്കി കൊടുക്കും അല്ലേ, നല്ല റിസൾട്ട് ഉണ്ടാവും. ഇത് എങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ കിഡ്നിയിൽ പോയി ഇത് ഡെപ്പോസ് ചെയ്യുമ്പോൾ അവിടെ ഏരിയ കൂളാക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ പല ആൾക്കാരും ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ വെയിറ്റ് ലോസിനൊക്കെ പറഞ്ഞാൽ പൗഡർ ഫോമിൽ എന്ത് സാധനം എടുക്കുമ്പോഴും അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം കുടിക്കണം. ഇല്ലെങ്കിൽ ഈ പൗഡർ ഫോമോ തീർച്ചയായിട്ടും നിങ്ങളുടെ കിഡ്നിയിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പലപ്പോഴും അതും വേറൊരു പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജിമ്മിലേക്കോ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്ത് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തിട്ട് ഇതാക്കുക എന്നുള്ളൊരു ക്ഷമ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എത്തിക്കണം. അപ്പോൾ ഇത് ഹെൽത്തി ആണെന്ന് പറയുന്ന എന്തൊരു സാധനവും നമ്മൾ പോയിട്ട് പെട്ടെന്ന് വാങ്ങി കഴിച്ചപ്പോൾ തടി കുറയ്ക്കാനൊരു പൗഡർ ഉണ്ട്, ഒരു ഷെയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പോയിട്ട് അത് ഒന്ന് ട്രൈ ചെയ്യും അല്ലേ. അപ്പോൾ പലപ്പോഴും അത് ഇന്നത്തെ കേസിൽ നമ്മൾ പല റിപ്പോർട്ടുകളും കണ്ടതാണ് അല്ലേ, എത്രയോ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും അതിൽ എഴുതിയ സാധനം മാത്രമല്ല, അതിൽ എത്രത്തോളം കണ്ടന്റ് ഉണ്ട്. ഇതേ ഈ പറയുന്ന ഷെയ്ക്ക് തന്നെ ആമസോണിനും അല്ലെങ്കിൽ മറ്റു പല പ്രോഡക്റ്റുകളിൽ നിന്നും വരുത്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സൈറ്റിൽ ലോക്കലി എന്ന് വാങ്ങി കുടിച്ച ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഇതെന്താണ്, ഇത് ചിലപ്പോൾ എക്സ്പയർഡ് ആയിട്ട് കഴിഞ്ഞ സാധനങ്ങൾ ആക്കുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും ഇപ്പോൾ കോസ്മെറ്റിക് സാധനങ്ങളാണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും ഒക്കെ ഓൺലൈനിൽ വാങ്ങുന്നതിലൂടെ പല പ്രോബ്ലംസും കൂടുതൽ നെഗറ്റീവായിട്ട് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ നമ്മൾ ആവശ്യത്തിന് രോഗത്തിന് ഉപയോഗിക്കണം. പക്ഷെ അനാവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പെയിൻ കില്ലറുകൾ, നമുക്ക് ചെറിയൊരു വേദന വന്നു കഴിഞ്ഞാൽ, തലവേദന വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പീരിയഡ്സിൻ്റെ സമയത്ത് ഓരോ മാസവും നമ്മൾ ചില ആളുകൾ പെയിൻ കില്ലേഴ്സ് നിരന്തരം ഡെയിലി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പെയിൻ കില്ലേഴ്സൊക്കെ ഒരുപാട് കാലമായിട്ട് ഒരുപാട് ഡോസേജിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിഡ്നിക്ക് തകരാറ് വരും, ഉറപ്പാണ്. അതുപോലെ തന്നെ മറ്റുള്ള ഏത് ഒരു ഡ്രഗാണെങ്കിലും മരുന്നാണെങ്കിലും ഡോസേജിന് പുറമേക്ക് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു അവയവത്തിനെ തകരാറിലാക്കും. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കുന്ന പാരസെറ്റാമോൾ, നമ്മൾ പനി വന്നാൽ പാരസെറ്റാമോൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത് ഓവർ ഡോസേജിൽ വന്നു കഴിഞ്ഞാൽ അതും കിഡ്നിയെ ബാധിക്കും. അതുപോലെ തന്നെ എൻസൈഡ്സ് പോലെയുള്ള ഡ്രഗ്സുകളുണ്ട്. ഏതൊരു ഡ്രഗും നമ്മൾ ആവശ്യത്തിന് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഒറ്റമൂലികൾ, പലപ്പോഴും നമുക്കറിയാം ഒരുപാട് ഒറ്റമൂലികൾ നമ്മൾ പലപ്പോഴും ഡോക്ടേഴ്സ് അല്ലാത്ത ഒരുപാട് ആൾക്കാർ ചില സ്ഥലങ്ങളിലൊക്കെ ഈ കിഡ്നി സ്റ്റോണിന് ഒറ്റമൂലി ആയിട്ട് കൊടുക്കുന്നുണ്ട്.
വെള്ളത്തിൽ ഒരുപാട് സാധനങ്ങളൊക്കെ കലക്കിയിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട്. അതൊക്കെ ചിലപ്പോൾ ഈ കിഡ്നിക്ക് സ്ട്രെസ്സ് വരുത്തുന്ന സാധനങ്ങളായിരിക്കും. അതൊക്കെ ഒരുപാട് കാലം ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ നിരന്തരം കിഡ്നി സ്റ്റോൺ പോകുന്നത് വരെ ആ ഒറ്റമൂലി നിരന്തരം കുടിച്ചു കഴിഞ്ഞാലൊക്കെ കിഡ്നിക്ക് സ്ട്രെസ്സ് കൂടും. അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എപ്പോഴും നമ്മൾ മരുന്നുകളാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഒരു ഡോക്ടറെ കണ്ട് മാത്രം അവരുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നം വരില്ല. അല്ലാതെ എല്ലാവരും പറയുന്നത് കേട്ട് ഒരുപാട് ഒറ്റമൂലികളൊക്കെ പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഓൺലൈൻ പ്രൊഡക്ട്സുകൾ പരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് ഈ കൂടുതലാണ്. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെയാണ് പല ഡോക്ടേഴ്സും ഫേസ് ചെയ്തിട്ടുള്ള ഒരു കേസായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കിഡ്നി ഡാമേജ് വരുമ്പോൾ ബി.പിക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണുള്ളത്. ഹൈ ബി.പി ഒക്കെ ഉണ്ടെങ്കിൽ കൺട്രോൾ. അപ്പോൾ പല ആൾക്കാരും ഹൈ ബി.പി കൺട്രോൾ ചെയ്യാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്നതിന് മുന്നേ നാട്ടുകാർ പറയും ഇപ്പോൾ നിങ്ങൾ ബി.പിക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്ത ജീവിതകാലം മൊത്തം മെഡിസിൻ കഴിക്കേണ്ടി വരും. അങ്ങനെ നാട്ടുവൈദ്യമായിട്ട് നമ്മുടെ ഇരുമ്പാമ്പൊളി അങ്ങനത്തെ ഒക്കെ ഐറ്റംസൊക്കെ ഇവർ കഴിച്ചാൽ ഇതാവും പറയും. അങ്ങനെ റെഗുലർലി ഇരുമ്പാമ്പുളിയൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് പലപ്പോഴും അത് കിഡ്നി ഡാമേജിലേക്കൊക്കെ പലപ്പോഴും പോവാറുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഓരോ ഒറ്റമൂലികളാണെങ്കിലും പല കേസസിലും ചിലത് നമുക്ക് ഒരു ലിമിറ്റഡ് ഇതിലാണെങ്കിൽ ഓക്കെ. പക്ഷേ ഇന്ന് കഴിച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് കിഡ്നി സ്റ്റോൺ മാറുമെന്ന് പറഞ്ഞ് അപ്പോൾ എത്ര ഡോസായിരിക്കും, എത്ര ക്രൂഡ് ഫോമിലായിരിക്കും ഈ ഒറ്റമൂലികൾ പോകുന്നൊരു ഐറ്റം. അപ്പോൾ അത് പലപ്പോഴും ഈ കിഡ്നിക്ക് സ്ട്രെസ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ ഇരുമ്പാമ്പുളി കുട്ടികളിലായാലും അമിതമായിട്ട് കഴിക്കുന്നത് ഭയങ്കര ദോഷമാണ്. കാരണം കുട്ടികൾക്ക് പുളി ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ്. പല ഏരിയകളിലും ഇത് ഓർക്കാപ്പുളി, ഇരുമ്പൻ പുളി, അങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ചതുരപ്പുളി ഉണ്ട്, നക്ഷത്രത്തിൻ്റെ ആകൃതിയിലുള്ള. അതും കുട്ടികളൊക്കെ ഈ വെക്കേഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടും നന്നായിട്ട് കഴിക്കുന്നത് ഒരുപാട് ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ളത് കേട്ടിട്ടുണ്ട്. അത് കാരണം എന്താ വെച്ചാൽ ഓർക്കാപ്പുളിയിലൊക്കെ കാൽഷ്യം ഓക്സാലേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ട്. അത് കൂടുതലായിട്ട് ബ്ലഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് അടിയാൻ തുടങ്ങും, കിഡ്നിയിൽ അടിയാൻ തുടങ്ങും, സ്റ്റോൺ ആയിട്ട് വരും, കിഡ്നി കല്ലുകളായിട്ട് വരും. ഒരുപാട് ജ്യൂസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് കാലം ഈ ഓർക്കാപ്പുളി ഒരുപാട് ഈ അച്ചാറുകളായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ കൂടുതലായിട്ട് അതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് പ്രശ്നം. എന്നെങ്കിലും ഒരു ഓർക്കാപ്പുളി കഴിച്ചുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഒരുപാട് കാലം ഉപയോഗിക്കുമ്പോൾ ജ്യൂസ് ആയിട്ടൊക്കെ നിരന്തരം അടിച്ച് കഴിക്കുമ്പോഴൊക്കെയാണ് പ്രശ്നം വരുന്നത്. ശരീരത്തിലേക്ക് ഇത് ഏറ്റവും കൂടുതലായിട്ടുള്ള അളവിൽ ചെല്ലാണ്. ഇങ്ങനെ ജ്യൂസ് ആക്കിയിട്ടും അതേപോലെ അച്ചാറുകളായിട്ടും പുളിഞ്ചി പോലെയൊക്കെ കഴിക്കാറുണ്ട്. സാധാരണ നമ്മുടെ പുളിക്ക് പകരമായിട്ട് ഓർക്കാപ്പുളി യൂസ് ചെയ്തിട്ടും ഇത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് കഴിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴും ഇത് ഭയങ്കരമായിട്ട് ദോഷമായിട്ട് കാണാറുണ്ട്. ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഒരു കിഡ്നി അസുഖം വരാൻ ചാൻസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഫാമിലിയിൽ കിഡ്നി അസുഖങ്ങളുള്ള ആളുകൾ അല്ലെങ്കിൽ സ്റ്റോൺ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതും ഉപ്പ് കുറക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഉപ്പ് കുറക്കുക എന്നുള്ളതാണ്. ഉപ്പ് അമിതമായിട്ട് ഇന്ന് എല്ലാ ഭക്ഷണത്തിലും ഉണ്ട്. പ്രത്യേകിച്ച് ഹോട്ടൽ ഭക്ഷണങ്ങളിൽ, പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളിൽ ഒരുപാട് ഉപ്പിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. ഉപ്പ് കുറവുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഉപ്പിൻ്റെ അളവ് കുറക്കുക. ഒരു മിനിമം 3-4 ഗ്രാം നമുക്ക് ഡെയിലി ഉപയോഗിക്കാം. പക്ഷെ അതിലേറെ കൂടുതലായിട്ട് ചെല്ലുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരിക. അതുപോലെ തന്നെയാണ് പഞ്ചസാരയുടെ ഉപയോഗം വളരെയധികം കുറക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇന്ന് കിട്ടുന്ന എല്ലാ ഒട്ടുമിക്ക ബേക്കറി ഐറ്റംസിലും പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളിലും മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളിലൊക്കെ പഞ്ചസാരയുടെയും ഗ്ലൂക്കോസിൻ്റെ അളവും വളരെ കൂടുതലാണ്. ഓവറായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ കിഡ്നിക്ക് ലോഡ് ഉണ്ടാക്കും, സ്ട്രെസ്സ് കൂട്ടും, കിഡ്നിക്ക് തകരാറുണ്ടാക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്ന കാര്യത്തിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ ആൽക്കഹോൾ, സ്മോക്കിംഗ് ഒക്കെ ഒരു ശീലമുള്ള ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത്തരം ആളുകൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് പലപ്പോഴും ഫോളോ ചെയ്യാൻ മറക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം വെള്ളം കുടിക്കാൻ മറക്കുന്ന ആളുകളാണ് പലപ്പോഴും. വെള്ളം ആവശ്യത്തിൽ ഒരു 2.5-3 ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മൂത്രം ഒഴിക്കാനുള്ള സമയത്ത് കറക്റ്റ് സമയത്ത് ടോയ്ലറ്റിൽ പോയി മൂത്രം ഒഴിക്കുക. കാരണം മൂത്രം പിടിച്ചു വെക്കുന്ന ശീലം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പാണ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇവർക്ക് മൂത്ര സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വരും. അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് നിരന്തരം വരുന്ന ആളുകൾ അത് ട്രീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം അത് ഒരുപാട് കാലം കൊണ്ട് നടന്നാലും ഈ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ രോഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ഷുഗറും ബി.പി ഒക്കെ കണ്ടെത്തിയിട്ടുള്ള ആളുകളാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഡയറ്റ് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത് ഫോളോ ചെയ്യുക. ബി.പി ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഡയറ്റ് ഡോക്ടറോട് ചോദിച്ചിട്ട് അതിനനുസരിച്ച് ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രൈമറിലി ഒരു 5-6 കാര്യങ്ങൾ ഇത്തരം ആളുകൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ് കിഡ്നി പ്രശ്നം വരുമ്പോൾ നമ്മളിപ്പോൾ പല യൂട്യൂബിൽ നോക്കുമ്പോൾ ഇത് മാജിക് റെമഡി അല്ലെങ്കിൽ മാജിക് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട്. അങ്ങനെ ഒരു മാജിക് ആയിട്ടുള്ള ഒരു ഫുഡില്ല.
ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത്. പിന്നെ പലപ്പോഴും നമ്മൾ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയൊരു മിത്തായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് ചിലപ്പോൾ ക്രിയാറ്റിൻ കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂടുതലായിരിക്കാം. ഡോക്ടർ എനിക്ക് പക്ഷേ ഒരു ലക്ഷണങ്ങളും ഇല്ല. അത് ആദ്യം നമുക്ക് ബ്രേക്ക് ചെയ്യാം എന്നുള്ളതാണ്. കാരണം ലക്ഷണം വരാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോഴത്തേനും കിഡ്നിക്ക് ഡാമേജ് ഓൾറെഡി സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് പലപ്പോഴും ഇത് സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിർബന്ധമായും 1 ഇയർ കൂടുമ്പോഴെങ്കിലും റെഗുലർ ചെക്കിങ് നടക്കുക ബ്ലഡിൽ. അതേപോലെ തന്നെ ഇനി അതല്ല ഓൾറെഡി അങ്ങനെ ഹെറിഡിറ്ററി ആയിട്ടോ ഡോക്ടർ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും പ്രശ്നമുള്ളവരോ അല്ലെങ്കിൽ വേറെ മറ്റെന്തെങ്കിലും ഇടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നവരോ കിഡ്നി സ്റ്റോൺസ് റെക്കറൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാരോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു 6 മന്ത്സിൻ്റെ ഉള്ളിലെങ്കിലും ചെക്കപ്പ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ ജിമ്മിലോ അങ്ങനെ എന്തെങ്കിലും പോകുന്നവരാണെങ്കിൽ 3 to 6 മന്ത്സിനുള്ളിൽ മസ്റ്റായിട്ട് റെഗുലർ ചെക്കപ്പ് നടത്തുക എന്നുള്ളതാണ്. പിന്നെ എന്തൊക്കെ ഒരു തരം ട്രെൻഡുകളാണല്ലേ ഇന്ന് വരുന്നത്. കാരണം ഫുൾ ഫാസ്റ്റിങ്ങിൽ ഇരുന്നിട്ട് ഇപ്പോൾ നോമ്പ് കാലത്തൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫാസ്റ്റിങ്ങിലിരിക്കുന്നു. അതിനുശേഷം ഉപ്പിലിട്ട സംഭവങ്ങൾ, അതായത് വിനാഗിരിയിലിട്ട സംഭവങ്ങൾ, സർബത്ത്, അതുപോലുള്ള സോഡ അടങ്ങിയ സാധനങ്ങൾ ഒരുപാട് ഗവൺമെൻറ്റും ആരോഗ്യപ്രവർത്തകരും നിരോധിച്ചിട്ടും ഇന്ന് നമ്മുടെ പൊതു ഇടങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്റ്റോളുകളാണ് കാണുന്നത്. ഈ ട്രെൻഡുകൾക്ക് പുറകെ പോകുന്നത് ഭയങ്കര ഒരു ദോഷമായിട്ട്. തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ വലിയ ഓവർ ഇതിലൊന്നും യൂസ് ചെയ്യാതെ ചെറിയ രീതിയിൽ വല്ലപ്പോഴും ഒരു ഉപ്പിലിട്ട് കഴിക്കുന്നതൊക്കെ നമ്മുടെ ഗട്ട് ബാക്ടീരിയാസ് ഒക്കെ നല്ലതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് റെഗുലർ യൂസിലാവുമ്പോഴത്തേനും ഇതൊരു അഡിക്ഷൻ പോലെ ആവാൻ തുടങ്ങി. ഇപ്പം തന്നെ നമ്മുടെ ക്ലിനിക്കിൽ തന്നെ ഒരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ പേഷ്യൻറ്റിലെ കുട്ടിക്ക് ഇടക്കിടക്ക് വയറുവേദനയാണ്. അപ്പോൾ അവരെ വല്യപ്പ പറഞ്ഞത്, ഡോക്ടറെ എനിക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാം, എനിക്ക് 7up കുടിച്ചാൽ ശരിയാവും. 1 വയസ്സാവാത്ത കുട്ടിക്ക് 7up കൊടുത്താൽ പോരെ എന്ന് പറയുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടം. ഈ അച്ചാറ്, അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റൻ്റായി കിട്ടുന്ന ഹോർലിക്സ്, ബൂസ്റ്റ്, ഇന്ന് ഒരുപാട് റോഡ് സൈഡിലൊക്കെ നിരന്തരം കണ്ടുവരുന്ന ഒരു കച്ചവടങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതിലൊക്കെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സോഡിയം കൂടുതലാണ്, പൊട്ടാഷ്യം കൂടുതലാണ്, ഫോസ്ഫറസ് കൂടുതലാണ്. ഈ 3 കണ്ടന്റും കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. സോഡിയം, പൊട്ടാഷ്യം, ഫോസ്ഫറസ്, ഈ 3 മിനറൽസ് കൂടുതലുള്ള ഒട്ടുമിക്ക ഭക്ഷണങ്ങളും ഇന്ന് എല്ലാവരും കഴിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻസ്റ്റൻ്റായി കിട്ടുന്ന എല്ലാ ഭക്ഷണങ്ങളും. പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം KFC, മക്ഡൊണാൾഡ്സ് പോലെയുള്ള ഫുഡുകളൊക്കെ നമുക്കറിയാം, ചിക്കനൊക്കെ അവർ ആദ്യം പ്രോസസ്സ് ചെയ്ത് വെക്കുകയാണ്. അതിൽ ഒരുപാട് ഉപ്പിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്, ഒരുപാട് നമുക്ക് ഡാമേജ് വരുന്ന ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. അതൊക്കെ ഈ പ്രിസർവ് ചെയ്ത് വെക്കുമ്പോൾ അതാണ് നമ്മൾ ഡയറക്റ്റ്ലി ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ശരീരത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ പ്രിസർവ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് വെക്കുന്ന ഭക്ഷണങ്ങളാണ് പലപ്പോഴും നിരന്തരം കഴിക്കുന്നത് കാരണം നമുക്ക് കിഡ്നിക്ക് തകരാറുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ന്യൂ ജനറേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ കിഡ്നി രോഗങ്ങൾ, ഡയാലിസിസ് ഒക്കെ ഒരുപാട് കൂടാൻ കാരണം നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ്. അതുപോലെ തന്നെ പപ്പടം ഒരുപാട് കഴിക്കുന്നത്, പപ്പടം ഒരൊറ്റ പപ്പടം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നിരന്തരം ഒരുപാട് എണ്ണം പപ്പടം കഴിക്കുന്നത്, അച്ചാർ ഒരുപാട് കൺട്രോൾ ഇല്ലാതെ കഴിക്കുന്നതൊക്കെ പ്രശ്നം തന്നെയാണ്. അതുപോലെ ഡാർക്ക് കോളകൾ, ഡാർക്ക് കോഫി ഐറ്റംസ്, കോഫി തന്നെ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിഡ്നിക്ക് തകരാറുണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു യൂത്തിൽ നമ്മൾ കണ്ടുവരുന്നൊരു ലൈഫ് സ്റ്റൈലാണ്. പക്ഷേ നമ്മൾ ചില ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് പച്ചക്കറികളിൽ കിഡ്നിക്ക് തകരാറുണ്ടാക്കുന്ന ചില പച്ചക്കറികളുണ്ട്. പ്രത്യേകിച്ച് സ്റ്റോണിൻ്റെ ഒക്കെ ടെൻഡൻസി ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇലക്കറികളൊന്ന് കൺട്രോൾ ചെയ്യുക. ഇലക്കറികൾ, അതുപോലെ തന്നെ മുരിങ്ങാക്കായ, അതുപോലെ തന്നെ നമ്മുടെ ഇതില്ലേ പൊട്ടറ്റോ, നമ്മുടെ ഉരുളക്കിഴങ്ങ്, പൂളവർഗ്ഗത്തിൽപ്പെട്ട സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിലൊക്കെ ചിലപ്പോൾ ചില കണ്ടൻറ്റുകൾ ഈ കിഡ്നിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചില പച്ചക്കറികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ചേന, ചേമ്പ്. അതൊക്കെ കൂടുതലായിട്ട് ഇത്തരം ആളുകൾ ഉപയോഗിക്കാതിരിക്കുക. സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളുണ്ട്. ഒരു കിഡ്നി അസുഖം കണ്ടെത്തിയ ആളുകളാണെങ്കിൽ അവർക്ക് സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളുണ്ട്. അത് ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ പറ്റും. ആപ്പിൾ, ഫ്രൂട്ട്സിലാണെങ്കിൽ ആപ്പിള്, പേരക്ക, പഴുത്ത പപ്പായ, പിയർ, ഇതൊക്കെ വളരെ സേഫായിട്ട് അവർക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ചില ഭക്ഷണങ്ങൾ അവർ ഒഴിവാക്കേണ്ടി വരും. അതും അവർ ഡോക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. ചില ഫിഷുകൾ, ഞണ്ട്, ചെമ്മീൻ പോലെയുള്ള ചില ഫിഷുകളും ഇവർ ഒഴിവാക്കേണ്ടി വരും. അതുപോലെ പാലും പാലുൽപ്പന്നങ്ങളും, അതിൽ ഫോസ്ഫറസ് കൂടുതലാണ്. പാലും പാലുൽപ്പന്നങ്ങളും പരമാവധി ഇത്തരം ആളുകൾ, ടെൻഡൻസി ഉള്ള ആളുകൾ കുറയ്ക്കുക. അതുപോലെ തന്നെ പുറമേ നിന്ന് കിട്ടുന്ന ഈ പറഞ്ഞ എല്ലാ ഭക്ഷണ ഐറ്റംസും പരമാവധി ഒഴിവാക്കുക. ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവർക്ക് സേഫായിട്ട് ഉപയോഗിക്കാവുന്നതുമാണ്. എല്ലാ ഭക്ഷണങ്ങളും ഒരു മോഡറേറ്റ് ആയിട്ടുള്ള എമൗണ്ടിൽ കഴിച്ചു പോയി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും വരില്ല.
ഉപ്പ് അധികമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഞ്ചസാര അധികമായി കഴിഞ്ഞാലൊക്കെയാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇത്തരം ആളുകൾക്ക് ഉണ്ടാവുക. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇത്തരം ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ എല്ലാം ഒഴിവാക്കുക അല്ലെങ്കിൽ എല്ലാം ഉപയോഗിക്കുക എന്നുള്ളതല്ല, എല്ലാം മോഡറേറ്റ് ആയിട്ടുള്ള ലെവലിൽ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഡോക്ടർ പറഞ്ഞല്ലോ ഇപ്പോൾ കിഡ്നി തകരാറിലായതിനു ശേഷമായിരിക്കും അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് സാധാരണയായിട്ട് അങ്ങനെ ലക്ഷണങ്ങൾ കാണിക്കാറുള്ളത്? കിഡ്നിയുടെ പ്രവർത്തനങ്ങളൊക്കെ ഒരു 90% കുറയുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ശരീരം പുറത്തേക്ക് ലക്ഷണം കാണിക്കുകയുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നീര് വരുന്നത്. കണ്ണിന് ചുറ്റും ഇടയ്ക്കിടയ്ക്ക് നീര് അനുഭവപ്പെടുക, അതുപോലെ കാലിൽ വെറുതെ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാത്ത സമയത്തും നീര് നിരന്തരം വരുന്നൊരവസ്ഥ വരിക. അതുപോലെ തന്നെ മൂത്രത്തിൻ്റെ അളവ് കുറയുക, മൂത്രത്തിൻ്റെ കളറിൽ വ്യത്യാസം വരിക, സ്മെല്ലിൽ വ്യത്യാസം വരിക, മൂത്രത്തിൽ പൊടി ആയിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലാണെങ്കിൽ നമുക്ക് നമ്മുടെ രക്തത്തിൻ്റെ അളവ് കുറയും. കിഡ്നിക്ക് ഡാമേജ് വന്നു കഴിഞ്ഞാൽ രക്തത്തിൻ്റെ അളവ് കുറയും. അത് കാരണം നമുക്ക് കിതപ്പ് അനുഭവപ്പെടും, ക്ഷീണം വരും, ശ്വാസം മുട്ടലായിട്ട് വരും. പലപ്പോഴും നമുക്ക് ഭക്ഷണത്തിനോടൊക്കെ ഒരു വിരക്തി തോന്നും, ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു സ്റ്റേജ്, അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും ഛർദി, ഓക്കാനം, ഇത്തരം ലക്ഷണങ്ങളൊക്കെ നിരന്തരം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡോക്ടറെ പോയി കാണണം, ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യണം. അതിനനുസരിച്ച് കിഡ്നിയുടെ പ്രവർത്തനങ്ങളൊക്കെ ഓക്കെ ആണോ എന്നും കൂടെ നിരന്തരം ടെസ്റ്റ് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ നമ്മുടെ തലമുറയിൽ നമ്മൾ അവഗണിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ വളരെ ആരോഗ്യകരമാണെന്ന് കരുതി നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, ചില ഡയറ്റുകൾ നമ്മളെല്ലാം നയിക്കുന്നത് വളരെ ഒരു വലിയ അപകടത്തിലേക്കാണ്. അതിലൊന്നാണ് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയെല്ലാമാണ് ഇത്തരം കാര്യങ്ങളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുക, അതുപോലെ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇത് മുൻകൂട്ടി കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, നമ്മൾ ജീവിതത്തിൽ മാറ്റേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നിവയൊക്കെയാണ്. നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് കൂടുതലായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയുവാനോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ എടുക്കുവാനോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് എന്നോടൊപ്പം സംസാരിച്ചത് ഡോക്ടർ ഷെഹല CH, സീനിയർ കൺസൾട്ടൻറ്റ്, ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്. താങ്ക് യു ഡോക്ടർ. കൂടെ ഡോക്ടർ പ്രിൻസി ഖദീജ ഫാത്തിമ, സീനിയർ കൺസൾട്ടൻറ്റ്, ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്. താങ്ക് യു.